ആശാ വർക്കേഴ്സിന്റെ സമരം കേന്ദ്രത്തോട് ഉന്നയിച്ച് കേരളം. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് ചർച്ച നടത്തി. സമരം അടിച്ചമർത്താൻ കുൽസിത ശ്രമം നടക്കുന്നുവെന്ന് മുൻ കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീരൻ പറഞ്ഞു. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ധനമന്ത്രാലയത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആശാ വർക്കേഴ്സിന്റെ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പ്രശ്നങ്ങൾ കെ.വി. തോമസ് ഉന്നയിച്ചത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രി കുറിപ്പ് ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് കുറിപ്പ് കേന്ദ്രത്തിന് കൈമാറുമെന്നും കെ.വി. തോമസ്. ഈ മാസം 11, 12 തീയതികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തും. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും കെ.വി. തോമസ് പറഞ്ഞു. ആശാ വർക്കേഴ്സിൻ്റെത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്. അപ്പോൾ അതിലെന്താണ് പ്രശ്നങ്ങളുള്ളത് എന്ന് പരിശോധിക്കാനായിട്ട് ഞാൻ പറഞ്ഞു, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടി അഭിപ്രായം നോക്കിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് നോട്ട് അധികം താമസിയാതെ എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ സഹായധനം ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ കൂടിക്കാഴ്ചയിൽ കെ.വി. തോമസ് ഉന്നയിച്ചു. ആശാ വർക്കേഴ്സിന്റെ സമരം അടിച്ചമർത്താൻ കുൽസിത ശ്രമം നടക്കുന്നുവെന്ന് മുൻ കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീരൻ. അവർ ജീവിക്കാൻ വേണ്ടിയുള്ള സമരത്തിന്റെ പാതയിലാണ് വന്നിട്ടുള്ളത്. ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി പ്രകാശ് കാരാട്ട് മാതൃകാപരമെന്ന് വിശേഷിപ്പിച്ച CPM-ന്റെ ഭരണം നടത്തുന്ന ശ്രമങ്ങൾ, കുൽസിതമായ ശ്രമങ്ങൾ എത്രയോ പരിഹാസ്യമാണ്. അവരെ ആക്ഷേപിക്കുക, ഭരണയന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുക, ഇതാണോ പ്രകാശ് കാരാട്ട് വിഭാവന ചെയ്യുന്ന മാതൃകാ ഭരണം? അന്താരാഷ്ട്ര വനിതാ ദിനമായ നാളെ വനിതാ സംഗമം സംഘടിപ്പിക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. അതിനിടെ സമരക്കാരെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ആശാ വർക്കേഴ്സ്. 24 ഡൽഹി.